ഹായ് ഹലോ, എൻ്റെ പേര് അഭിഷേക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയാണ്. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും നെതറിൽ പോകണം. അതിന് വേണ്ടിയുള്ള പോർട്ടൽ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പരിപാടിയൊക്കെയാണ്. പിന്നെ ഞാൻ വീടിനകത്തും കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. അല്ല, നമ്മുടെ ചെസ്റ്റും ബാരലും ഒക്കെ കൊണ്ട് വീടിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഇതിനകത്ത് നമുക്ക് ഒത്തിരി കാര്യം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ഗ്ലാസ്സൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വേറെ കോപ്പറും കൊണ്ടൊരു സാധനമൊക്കെ ഉണ്ടാക്കാം. അതെ, ഞാനിവിടെ കോപ്പർ കുറച്ച് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതാണ് ഇത്. നമ്മൾ കോപ്പർ എടുത്തുകൊണ്ട് പോയിട്ട് കോപ്പറിൻ്റെ തന്നെ എന്താ പറയുക, ഇവിടെ ട്രാപ്പ് ഡോർ ഞാൻ വെച്ചിട്ടുണ്ട്. കോപ്പറിൻ്റെ തന്നെ ഒരു സംഭവങ്ങളുണ്ട്. കോപ്പറിൻ്റെ വേറെ അപ്ഡേഷനൊക്കെ വന്നപ്പോൾ ഇത് 1.22 അങ്ങനെയൊക്കെയാണ് കോപ്പറിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേഷൻ കണ്ട വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് തപ്പട്ടെ. അതിന് ഇനിയും മിക്കവാറും കോപ്പർ വേണ്ട വരും. അതാണ് കോപ്പർ ബ്ലോക്കും കൊണ്ടും കണ്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. 4 കോപ്പർ ബ്ലോക്കും കണ്ട് അതിന് വേണം അല്ലേ? അത് തന്നെ. ഇപ്പോൾ നമുക്കൊരു കോപ്പർ ബ്ലോക്കേ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പോയി കുറച്ച് കോപ്പറൊക്കെ മൈൻ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കട്ടെ. ഞാനിവിടെ കുറച്ച് സ്ലൈമിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അമ്മയിലെല്ലാം തീർത്തു. അങ്ങനെ നമുക്കൊരു 6 സ്ലൈമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ കുഴിച്ചു വന്ന കേവിനകത്ത് തന്നെയാണ്. ഇവിടെ കുറച്ച് 13 കോപ്പറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാനിതാണ് മൈൻക്രാഫ്റ്റ് കുറേ നാളായിട്ട് കളിക്കാനാണ്. ഇതുവരെ മര്യാദയ്ക്ക് കളിക്കാനൊന്നും അറിയത്തില്ല. അത് ഇനിയും കുറച്ച് കോപ്പറൊക്കെ മേളിലൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ എടുക്കണം. ഞാനേ ഇതിൻ്റെ അറ്റം വരെ വന്നപ്പോൾ ഇവിടെ വലിയൊരു കേവ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങിയാൽ നമ്മുടെ അവസാനത്തെ ഇറക്കമായിരിക്കും അത്, എനിക്ക് ഉറപ്പാണ്. നമ്മളെ കൊല്ലാനുള്ള ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ടോർച്ചും ഇല്ല. കൊള്ളാം. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഒരു ടോർച്ച് അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. പൊട്ടറ. ഓക്കെ, ഞാൻ ഇവിടെ എല്ലാം തപ്പി നോക്കണം. മണ്ടയിലുള്ള കോപ്പറൊക്കെ അങ്ങ് പൊക്കത്ത. ഇത് തന്നെ വീണ്ടും കുഴിക്കാതെ. അപ്പോളേ ഞാനിനിയിപ്പം ഇവിടെ നിന്ന് കുറച്ചും കൂടെ മൈൻ ചെയ്തിട്ട് കോപ്പറൊക്കെ ഉണ്ടാക്കി വീട്ടിൽ ചെന്നിട്ട് മറ്റേത് വെച്ചിട്ട് കാണാം. ഇതെന്തുവാ, അമ്പുമഴയോ? കുറേ എൻ്റെ അമ്മ, ഞാനിപ്പോൾ ചാവും. അതായത് സോംബിയൊക്കെ നാട്ടുകൊണ്ട് ചാവുന്നു. എൻ്റെ പിന്നെ അവിടെ മൊത്തം സ്കെൽട്ടന്മാരാണ്. ഒരെണ്ണമൊന്നുമല്ല, ഒരുപാടെണ്ണം ഉണ്ട്. ആ മണ്ടായിരുന്നു നമ്മൾ അമ്പ് ചെയ്യും. ഹെൽത്തും പോയി കഴിക്കട്ടെ. ഞാൻ കുറച്ച് കോപ്പർ എടുക്കാൻ വേണ്ടി എൻ്റെ ജീവനിപ്പോൾ കളഞ്ഞു. കേട്ടോ, 42 കോപ്പറായി. ഇപ്പം ഞാൻ ചത്തേനെ. ഇപ്പോൾ ചാവാതെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ആ കോപ്പർ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കും. ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് കമ്പോസ്റ്റർ ഉണ്ടാക്കി അവിടെ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ഇലയും ഒക്കെ ആയിട്ട് കുറച്ച് പച്ചപ്പും ഹരിതാവും ഒക്കെ ചേർത്ത് നമ്മുടെ റൂമൊന്ന് വലിയ കുഴപ്പമില്ലാതൊന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാം. ഇല എടുക്കാം. കുറച്ച് ഒരില ഇവിടെ, മറ്റൊരില അപ്പുറത്ത്. വലിയ കുഴപ്പമില്ല കാണിച്ചിട്ടുണ്ട്. ഇനിയും ഡെറിയാക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒരു ലാൻറ്റേണൊക്കെ വെക്കണം. ഇവിടെ ലാൻറ്റേണൊക്കെ വെച്ച് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ 3 നമുക്ക് താഴെ കൂടെ കൊണ്ടുവെക്കാം. ഒരെണ്ണം ഇവിടെ ഇരിക്കണ്ടേ, 1, രണ്ടാമത്തെ ഇല 2. ഓക്കെ, അതങ്ങനെ ഒതുങ്ങി വിട്ടുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ സൈഡിലും വെക്കാം. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2 ഇല, 1, 2. അതുപോലെ ഇപ്പുറത്ത് 1, 2. ഓക്കെ, അതും വലിയ കുഴപ്പമില്ലാതെ ഒതുങ്ങിയിരിപ്പുണ്ട്. കോപ്പർ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കുകയാണ്. എന്തായാലും സ്മെൽറ്റ് ചെയ്ത് തീർന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. ഫൈനലി ഞാനത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്, ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് 4 കോപ്പർ ബ്ലോക്ക് വേണം. എന്നാലും 4 കിട്ടും. അപ്പോൾ ഇനി പതുക്കെ നമുക്ക് നമ്മുടെ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ മൈൻ ചെയ്തപ്പോൾ കുഴിച്ച് വന്നപ്പോൾ കുറച്ച് ലാവ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു 3 ബക്കറ്റ് ലാവ എടുത്തുകൊണ്ട് പോകാം. ഇവിടുന്ന് 1, അത് തന്നെ അപ്പുറത്തു നിന്നും 2, ഇനി ഇപ്പുറത്തു നിന്നും 3. ഇനി 3 ബക്കറ്റ് ലാവ വെച്ച് നമുക്ക് മേളിൽ പോയി പോർട്ടൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് പോർട്ടൽ ബിൽഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇത് വെച്ച് പഠിച്ചു. അപ്പോൾ നമുക്ക് പോർട്ടൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം.
അപ്പം ഇങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിവിടെ ഒഴിക്കുക. പിന്നെ അപ്പുറത്തുനിന്നൊരു ബക്കറ്റ് വെള്ളം എടുക്കുക. ബക്കറ്റ് വെള്ളം എടുത്ത് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ ഇത് ഒബ്സീഡിയൻ ആവും. ഒബ്സീഡിയൻ ഉണ്ടെങ്കിൽ നമുക്ക് പോർട്ടൽ ബിൽഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളൊക്കെ ഒബ്സീഡിയൻ ഇല്ലാത്തതുകൊണ്ട്, അതായത് ഡയമണ്ട് പിക്കാക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പം ഇങ്ങനെ ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കട്ടെ. അപ്പം ഇനി അടുത്ത ലാവ ഒഴിക്കാനായിട്ട് ഇവിടെ 2 ബ്ലോക്ക് വെച്ച് ഇതുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് വന്നുണ്ടോ, ഈ ഗ്യാപ്പിനകത്ത് ലാവ ഒഴിച്ച് ഇതിൻ്റെ മണ്ടയിൽ വെള്ളം ഒഴിക്കണം. അപ്പം അത് ഒബ്സീഡിയൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് മൊത്തം ഒന്ന് ബിൽഡ് ചെയ്യാം. അപ്പം പോർട്ടൽ ഇങ്ങനെയാണ് നമുക്ക് ലാവയും വെള്ളം ഒഴിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാത്രമല്ല, വേറെ രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ 2 ബക്കറ്റ് ലാവയും കൂടെ ഒബ്സീഡിയൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടൽ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബോളൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് ബക്കറ്റിൽ വെള്ളം തിരിച്ചെടുത്ത് നമുക്കിനി ഈ ബ്ലോക്കെല്ലാം ഒന്ന് കുഴിച്ച് മാറ്റിയാൽ, ഈ ബ്ലോക്ക് മൊത്തം കുഴിച്ച് മാറ്റി കഴിഞ്ഞാൽ പക്ക ഒരു പോർട്ടലാണ് എന്നാ അല്ല. ഈ നടുക്കത്തെ ബ്ലോക്കൊക്കെ കുഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇത് പോർട്ടലാണ്. അപ്പോൾ നമുക്കിനി നെതറിലോട്ടും കൂടെ ഒന്ന് പോകണം. നെതറിലോട്ട് കയറുമ്പോൾ ഇല്ല, അധികം ലാവയുള്ളൊരു ഭയമുണ്ട്. ആ പേര് ഇപ്പം കിട്ടുന്നില്ല. അവിടെ ഒഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും പോർട്ടൽ ഇട്ടുണ്ട്, ഒരു വിഷയമില്ല. ആ ഒരു ഭയവും ഒഴിച്ച് ബാക്കിയല്ല. അതാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇറങ്ങുമ്പോഴേ നമ്മൾ ചാവും. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടൽ അല്ലേ. അത് ബ്ലോക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പോയി ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമ്മുടെ ചെസ്റ്റിനകത്തു നിന്ന് ഒരു അയണും ഒരു ഫ്ലിൻറ്റും എടുത്താൽ മതി. ഫ്ലിൻറ്റ് നമുക്ക് ഒരെണ്ണം കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് അയൺ എടുക്കാം. അയൺ പീസ് ഒരെണ്ണം എടുത്ത് ഫ്ലിൻറ്റ് അതേ ഇരിക്കുന്നു. ഫ്ലിൻറ്റ് എടുത്ത് ക്രാഫ്റ്റിൻ്റെ അല്ല വേണ്ടല്ലോ, നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ക്രാഫ്റ്റ് ചെയ്തില്ലേ. പറ്റുമല്ലോ. പിന്നെ അങ്ങനെ നമുക്കിനി പോർട്ടൽ പോയി ലൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓവർ വേൾഡ് കഴിഞ്ഞിട്ട് നമ്മൾ നെതറിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നമുക്ക് ലൈറ്റ് ചെയ്യാം. അങ്ങനെ പോർട്ടൽ ഇവിടെ ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് കയറിയായിട്ട് എന്തുണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ ഇതിനകത്തോട്ട് കയറാൻ പോവാണ്. അപ്പം കയറി. ദൈവമേ, ആ സ്ഥലം ഒഴിച്ച് ബാക്കി എവിടെ വേണമെങ്കിലും സ്പോണായിരിക്കും. അപ്പോൾ നമുക്കൊരു ഡീസൻറ്റ് സ്പോണാണ് തന്നിരിക്കുന്നത്. നമ്മളേതോ കുഴിക്കാത്താന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു സ്പോണിങ് ആണ്. ആ സ്ഥലം വെച്ച് ബാക്കി ഇത് കിട്ടി. ഇവിടുന്ന് നമുക്ക് കുറച്ച് സാധനമൊക്കെ നമുക്ക് കുറച്ച് അച്ചീവ്മെൻ്റൊക്കെ പൊട്ടിക്കാം. അതുകൊണ്ട് ഗോൾഡൻ ക്യാരറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ അച്ചീവ്മെൻറ്റ് ഇവിടെ കോഡ്സ് ഉണ്ട്. കോഡ്സ് ബ്ലോക്കിൻ്റെ അച്ചീവ്മെൻറ്റ് നമുക്കിതാ പൊട്ടിക്കാം. ഓക്കെ, കോഡ്സ് ബ്ലോക്ക് വെച്ച് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ മരത്തിൻ്റെയും കൂടെ ലോഗിൻ്റെയും കൂടെ റെസിപ്പി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം. അധികം നേരം ഇവിടെ നിൽക്കണ്ട. ഇവിടെ കുറേ എൻ്റർമാനും എല്ലാം ഉണ്ട്. നമ്മൾ അതിൻ്റെ കണ്ണിലോട്ട് നോക്കിയാൽ നമ്മൾ ചാവും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ, സീ യു ഓൾ, ലവ് യു, ടേക്ക് കെയർ, ബൈ.